ചൊവ്വാഴ്ച ഉച്ചയ്ക്ക്, അതായത് ഇന്നലെ ഉച്ചയ്ക്ക് 2:30 സെക്രട്ടേറിയറ്റിലെ ദർബാർ ഹാളിൽ നിന്ന് VSന്റെ മൃതദേഹവും വഹിച്ചുകൊണ്ടുള്ള ഈ വിലാപയാത്ര ആരംഭിക്കുന്നത്. വളരെ വൈകി, ഇപ്പോൾ 18 മണിക്കൂർ എത്തുകയാണ് ഈ വിലാപയാത്ര. ഇപ്പോഴും ഹരിപ്പാടേക്ക് എത്തുന്നതേ ഉള്ളൂ വിലാപയാത്ര. ഇനിയും ദൂരങ്ങൾ സഞ്ചരിക്കേണ്ടതുണ്ട് പുന്നപ്രയിലേക്ക് എത്താനായി. അപ്പോൾ അവിടെ എത്തി അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പൊതുദർശനമുണ്ട്, VSന്റെ വീട്ടിൽ പൊതുദർശനമുണ്ട്. അതിനുശേഷം മുൻ നിശ്ചയിച്ച പ്രകാരമുള്ള കാര്യങ്ങൾ മറ്റിടങ്ങളിലെ പൊതുദർശനം, CPIMന്റെ ജില്ലാ കമ്മിറ്റി ഓഫീസിൻ്റെ നടുത്തളത്തിൽ മൃതദേഹം വെച്ചുള്ള പൊതുദർശനമുണ്ട്. അതിനുശേഷം പിന്നീട് ഈ ജില്ലാ കമ്മിറ്റി ഓഫീസായ P. കൃഷ്ണപിള്ള സ്മാരക മന്ദിരത്തിലും ആലപ്പുഴ റീക്രിയേഷൻ ഗ്രൗണ്ടിലും പൊതുദർശനമുണ്ട്. ഇതിനൊക്കെ ശേഷമാണ് വൈകുന്നേരം 3 മണിക്ക് വലിയ ചുടുകാട്ടിൽ പൂർണ്ണ ഔദ്യോഗിക ബഹുമതികളോടെ അദ്ദേഹത്തിന് സംസ്കാരം നടത്തുക. പക്ഷേ ആ 3 മണിക്കുള്ളിൽ ഇതെല്ലാം നടത്താൻ പറ്റുമോ എന്നുള്ള കാര്യമാണ് ഇപ്പോൾ മന്ത്രി സജി ചെറിയാനുമൊക്കെ ഒരു സംശയം പ്രകടിപ്പിച്ചത്. ഇങ്ങനെ വിലാപയാത്ര ലേറ്റ് ആകുമ്പോൾ, ഈ നിശ്ചയിച്ചതിനേക്കാളും താമസം നേരിടുമ്പോൾ എങ്ങനെയാകും ഇതിലൊക്കെ മാറ്റം വരാനുള്ളൊരു സാധ്യത അദ്ദേഹം പറയുന്നുണ്ട്. പാർട്ടി നേതാക്കളൊക്കെ എത്തിയതിന് ശേഷമാകും ഒരുപക്ഷെ അതിൽ തീരുമാനമാവുക. നമ്മൾ ഇന്നലെ മുതൽ കാണുന്നുണ്ട് ഈ നാടിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ളവർ. ഇന്നലെ ദർബാർ ഹാളിന് മുന്നിൽ അദ്ദേഹത്തെ കാണാൻ ക്യൂ നിന്നവരിൽ കാസർഗോഡുകാരുണ്ടായിരുന്നു, ഇടുക്കിക്കാരുണ്ടായിരുന്നു, കണ്ണൂരുകാരുണ്ടായിരുന്നു. അവർക്കൊക്കെ വന്ന് അദ്ദേഹത്തെ ഒരു നോക്ക് കാണണം, അത് അവരുടെയൊക്കെ ഒരു ആഗ്രഹമാണ്. അങ്ങനെ ഈ നിൽക്കുന്ന മനുഷ്യർ, ഇപ്പോൾ ഈ ഹരിപ്പാട് നമ്മൾ ഈ കാണുന്ന ഈ കൂട്ടമായി നിൽക്കുന്ന മനുഷ്യർ, ഇത് ഹരിപ്പാടുകാർ മാത്രമായിരിക്കില്ല, ആലപ്പുഴക്കാർ മാത്രമായിരിക്കില്ല, ഇവർക്കിടയിലും കാണും കണ്ണൂരുകാരും കാസർഗോഡുകാരും ഇടുക്കിക്കാരും ഒക്കെയും. കേരളത്തിൻ്റെ എല്ലായിടങ്ങളിലുമുള്ള VSനെ നെഞ്ചിലേറ്റിയ ഓരോ മനുഷ്യരും കാണും. ഓരോ സ്ഥലങ്ങളിലും അദ്ദേഹത്തെ സ്വീകരിക്കാൻ, അദ്ദേഹത്തിന് അന്ത്യാഭിവാദ്യങ്ങളേകാൻ. അപ്പോൾ കടുത്ത മഴയെയും അവഗണിച്ച് ഓരോരുത്തരും നിൽക്കുകയാണ് പ്രിയപ്പെട്ട VSനെ കാണാൻ. ഹരിപ്പാട് നിന്ന് നമ്മുടെ ആൽവിൻ കൂടി തുടരുന്നത്. നമുക്കിപ്പം ആൽവിനെ ഇപ്പോൾ ഹരിപ്പാടേക്ക് എത്തുകയാണ് ഈ വിലാപയാത്ര. ഞാൻ കുറച്ച് മുൻപ് ഈ ഒരു കൊച്ചുകുട്ടിയും അച്ഛനുമായിട്ട് ഈ മഴയത്ത് നിൽക്കുമ്പോൾ അവരുടെ ഒരു പ്രതികരണം കേട്ടായിരുന്നു. അവരോട് ഇങ്ങനെ ചോദിക്കുന്നുണ്ട്, നല്ല മഴയല്ലേ, മോൻ നനയുകയല്ലേ എന്ന്. അപ്പോൾ ആ അച്ഛൻ പറഞ്ഞ ഒരു മറുപടി, അവൻ നനയട്ടെ, അവൻ ഇന്ന് ആ മഴ നനയണം. കാരണം നമുക്ക് വേണ്ടി എത്രയോ മഴ നനഞ്ഞ, നമുക്ക് വേണ്ടി എത്രയോ സഹനങ്ങൾ സഹിച്ച, എത്രയോ വേദനകൾ സഹിച്ച പ്രിയപ്പെട്ടവനല്ലേ, പ്രിയപ്പെട്ട സമര നായകനല്ലേ ആ കടന്നു വരുന്നത്. അപ്പോഴവൻ നനഞ്ഞോട്ടെ, കുഴപ്പമില്ല. ഇതാണ് ആൽവിൻ ഓരോ മനുഷ്യരും VSന് നൽകുന്ന ആദരം. ഏറ്റെടുത്ത ഓരോ സമര പോരാട്ടങ്ങളും അദ്ദേഹം സമയം നോക്കിയിട്ടില്ല, കാലാവസ്ഥ നോക്കിയിട്ടില്ല, അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ വൈഷമ്യമുള്ള അവസ്ഥകളൊന്നും നോക്കിയിട്ടില്ല. അതുതന്നെയാണ് നമുക്ക് ഈ കാണുന്നത്. അതുകൊണ്ടാണ് സാധാരണക്കാരായിട്ടുള്ള ജനങ്ങൾ ഇവിടെ അദ്ദേഹത്തിന് ഒരു നോക്ക് കാണാനും അദ്ദേഹത്തിന് അന്തിമോപചാരം അർപ്പിക്കാനും വലിയ തോതിൽ തടിച്ചുകൂടിയിട്ടുള്ളത്, പല ജില്ലകളിൽ നിന്നെത്തിയിട്ടുള്ളത്, പല സ്ഥലങ്ങളിൽ നിന്നെത്തിയിട്ടുള്ളത് എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. യാതൊരു തരത്തിലുള്ള ബുദ്ധിമുട്ടുകളും അല്ലെങ്കിൽ ഈ കാലാവസ്ഥാപരമായുള്ള ബുദ്ധിമുട്ടുകളൊക്കെ മാറ്റിവെച്ചുകൊണ്ടാണ് അവർ ഇപ്പോൾ VSനായി കാത്തു നിൽക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയം. സേതു സൂചിപ്പിച്ചതുപോലെ തന്നെ ഏറെ മഴ നനഞ്ഞ ആളാണ്, ഏറെ വെയിൽ കൊണ്ട ആളാണ്, ഏറെ പ്രതികൂലമായ കാലാവസ്ഥകളെ തരണം ചെയ്ത ആളാണ്. അങ്ങനെ ഒരു VSനെ കാണാൻ സാധാരണക്കാർ ഒത്തുകൂടുന്നുവെങ്കിൽ അത് സാധാരണക്കാർക്ക് വേണ്ടി VS നിലകൊണ്ടിരുന്നു എന്നുള്ളത് കൊണ്ട് തന്നെയാണ് എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. നമുക്ക് കാണാവുന്നതുപോലെ വലിയ ജനാവലി ഇവിടെയുണ്ട്. വലിയ തോതിലുള്ള ആളുകൾ ഈ ഹരിപ്പാട് ജംഗ്ഷനിലേക്ക് ഒത്തുകൂടുന്നുണ്ട്. സ്ത്രീകളായിട്ടുള്ള ആളുകളുണ്ട്, VSനെ കാണാൻ എത്തിക്കുകയാണ്. അതെ അതെ അതെ, ഞങ്ങൾ VSനെ കാണാനായിട്ടിരിക്കുകയാണ്. നമ്മുടെ അടുത്ത് തന്നെ വീടാണ്, നമ്മുടെ അടുത്ത കുമാരപുരം പഞ്ചായത്താണ്, കുമാരപുരം പഞ്ചായത്ത് പ്രസിഡന്റുമാണ്. VSന്റെ പ്രവർത്തനങ്ങളെല്ലാം കണ്ടിരുന്നു. കേരളത്തിലെ തൊഴിലാളികളുടെ അവകാശ സമര പോരാട്ടങ്ങൾക്ക് നേതൃത്വം നൽകിയ കേരളത്തിലെ ഏറ്റവും വലിയ നേതാവാണ് സഖാവ് VS. സഖാവ് VS മരിച്ചിട്ടില്ലെന്ന് തന്നെയാണ് ഞങ്ങളുടെ എല്ലാം മനസ്സിൽ. എന്നും ഞങ്ങളുടെ മനസ്സിൽ VS ഉണ്ടാകും. അതാണ് എല്ലാവരുടെയും ഇടനെഞ്ചിൽ VS ഉണ്ട് എന്നുള്ളതാണ് നമ്മൾ കാണുന്നത്. വിവിധ പാർട്ടിയിൽ നിന്നുള്ള ആളുകൾ, വിവിധ കക്ഷി രാഷ്ട്രീയത്തിൽ നിന്നുള്ള ആളുകൾ, വിവിധ മേഖലകളിൽ നിന്നുള്ള ആളുകളൊക്കെയും VSനെ കാണാനായിട്ട് ഇവിടെ ഹരിപ്പാട് KSRTCക്ക് സമീപം ഒത്തുകൂടിയിരിക്കുകയാണ്, ടൗണിൽ എത്തിയിരിക്കുകയാണ്. വലിയ മുദ്രാവാക്യങ്ങൾ മുഴക്കി അവർ VSന്റെ ഓർമ്മകളും അവർ സ്മരണകളും അവർ അയവിറക്കുകയാണ്. VS ഉടനെ അവർക്ക് കാണാൻ കഴിയുമെന്നുള്ളതാണ് അവർ പറയുന്നത്.